അപ്പം ഞങ്ങളൊരു എക്സിബിഷൻ കാണാനായിട്ട് വന്നേക്കുവാ. അതെ, ഇതിന്റെ പേരെന്താ? ഹൈഡ്രാജി സെറാമിക് പോട്ട്സ്. എപ്പോഴും നല്ല ഭംഗിയാ. ടിഷ്യൂ പേപ്പർ ഹോൾഡർ കാണിച്ച്. അത് കൊള്ളാട്ടോ. ഇത് സ്പൂൺ സ്റ്റാൻഡ് അല്ലേ? ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇതിലെന്താ വെക്കാൻ പറ്റുക? ഇതേ നല്ല രസം. ഈ കപ്പ് ഒരെണ്ണം മേടിച്ചാലോ? ഇനി എവിടെ കൊണ്ട് വെക്കാനാ? കുപ്പിയും ഫ്ലാസ്കും ക്ലീനിങ് നല്ല സാധനമാണ്. നല്ല ഭംഗി കേട്ടോ. ഇത് നല്ല പാടുപെട്ടല്ലേ ഇങ്ങനെ പ്ലീറ്റ് ഒക്കെ ചെയ്ത് വെക്കണം. അങ്ങനെ ഇങ്ങനത്തെയൊക്കെയല്ലേ അമ്മ പറഞ്ഞത്. എന്ത് രസമുള്ള എത്നിക് വെയർ സ്പെഷ്യൽ ചെരുപ്പുകളാന്ന് നോക്കി. ആദ്യത്തെ കച്ചവടം. അതുപോലെ എന്തോരം ലെതർ ബാഗുകള്, പേഴ്സുകള്, ബെൽറ്റുകള്. ദേ ഞാൻ പെട്ടെന്ന് ക്യാറ്റ് ആണെന്നാ വിചാരിച്ചേ. ഇത് അമ്മയ്ക്ക് പറ്റിയതല്ലേ? റോസയുടെ നല്ല രസമുണ്ടല്ലേ, കുഞ്ഞു കുഞ്ഞു പൂക്കള് പോലെ. ഇത് കുറെ കളർ ഉണ്ടല്ലോ. ഇത്രയും കളർ ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഡ്രസ്സിലൊട്ടകം കണ്ടിട്ടില്ല അല്ലേ? ദേ ഞാൻ നോക്കി നടക്കണ ചിക്കൻ കറി നല്ല കളർ അല്ലേ? ചക്ക മഹോത്സവം എന്തോരം ഐറ്റംസ്. അങ്ങനെ മനസ്സിലായി. ഓ, ഇത് ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ. ഫുഡ് എന്നല്ല, അല്ലാണ്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ ലഞ്ചും ഡിന്നറും ഒക്കെ. അതെ. ചായ ഇഷ്ടപ്പെട്ടോ? നല്ല ചായ. അമ്മ ഇത്രയും വലിയ മസാല ദോശ കഴിച്ചിട്ടുണ്ടോ? ക്രിസ്പിയാ. ഇടിച്ചിട്ട് ഞാനൊരു സാരി ഒരു വസ്തു ആളൊരു വസ്തു ആയിപ്പോയി. ഭയങ്കര തിരക്കാണ്. ബാഗിന് ഫ്രണ്ടിട്ടിരുന്നത് കുഴപ്പമില്ല, അടിച്ചുകൊണ്ട് പോവില്ല. അപ്പം ഞങ്ങളൊരു എക്സിബിഷൻ കാണാനായിട്ട് വന്നേക്കുവാ. അതെ, ഹെഡിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാന്നുള്ളത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്നതാ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കാഴ്ചകൾ എന്തൊക്കെയാന്ന് കാണാം. സ്റ്റേഡിയത്തിന്റെ അവിടെ വന്ന് മെട്രോയിൽ ഞാൻ ഇറങ്ങി, ഇവള് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി, ഇവള് ഇവിടെ എത്തി. അപ്പൊ ഞങ്ങൾ ഇനി അകത്തേക്ക് കയറും, അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാട്ടോ. ഓക്കെ, ബാ പോകാം. നല്ല രസമല്ലേ? ഇത് തുടക്കത്തിലെ നല്ല ചെടികളാണല്ലോ. അതെ 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 അതെ. ഇത്തവണ സ്റ്റാർട്ടിങ്ങില് ചെടികൾ വെച്ചേക്കണം അല്ലേ? അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട്. ഹൈഡ്രാജി ഉണ്ട്. ഹൈഡ്രാജി. ഇതിന്റെ പേരെന്താ? ഹൈഡ്രാജി. ഹൈഡ്രാജി എന്നാണോ ഹൈഡ്രാജി എന്നാണോ അമ്മാച്ചന്റെ അടുത്തുണ്ട്. ഓ, നല്ല ലാവൻഡർ അല്ലല്ലോ, സ്കൈ ബ്ലൂ, പൗഡർ ബ്ലൂ കളർ പൂക്കള്. നല്ല രസം അല്ലേ? ഇത് 2-3 ഷെയ്ഡുകൾ ഏതാണ്ട് ഉള്ളു ഇതിന്റെ. നല്ല ഭംഗിയുണ്ട്. ബാ നമുക്ക് നീങ്ങാം. വേണ്ട വേണ്ട. ജയ്പൂർ അല്ലേ? സെറാമിക് പോട്ട്സ് എപ്പോഴും നല്ല ഭംഗിയാ. ശരിയാ, പലതും കാണാൻ അല്ലേ, കണ്ണിന് കൗതുകം. ഇത് ഈ നല്ല റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത് അവിടെ ഇവിടെയൊക്കെ സൈഡുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മള് കഴിഞ്ഞോണം മേടിച്ച ടൈപ്പ് കാണുന്നില്ല അല്ലെ? നോക്കാം. അതിന്റെ പ്രിന്റ് ദേ അത് കറക്റ്റാ. അതെ, മനസ്സിലായി. പക്ഷേ കളർ ചേഞ്ച് ഉണ്ട്, ഷേപ്പ് ഡിഫറൻസ്. പക്ഷെ ഇച്ചിരി വ്യത്യാസമുണ്ട് ഷേപ്പ്. ഹാൻഡിൽ സുഖല്ലേ പിടിക്കാൻ? അതെ അതെ അതെ. നോക്കാം നമുക്ക്. എനിക്ക് അവിടെ കണ്ട ഓരോ കോഫി മഗുകളും വളരെ ഇഷ്ടമായിട്ടോ. ഓരോ മോഡലും ഓരോ ഷേപ്പാണ്. ഇതേ കണ്ടോ, നല്ല രസമല്ലേ അത് കാണാനായിട്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ചിട്ടുള്ള കോഫി മഗുകളാണ് അവിടെ കാണാൻ സാധിച്ചതെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കേട്ടോ. പിന്നെ ക്രോക്കർ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നമ്മൾ സെക്യൂറായിട്ടും ഓരോന്നൊക്കെ എടുത്ത് നോക്കുകയും തിരിച്ചു വെക്കുകയൊക്കെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കൈ തട്ടിയാൽ അത് പൊട്ടിപ്പോവില്ലേ? ഇച്ചിരി വ്യത്യാസമുണ്ട്, ഷേപ്പ് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് 2 എടുത്താലോ? ഇതാ നോക്കാം. അതല്ലേ ആ ഷേപ്പ് അല്ലേ ഏകദേശം? ആ ഷേപ്പാ, പക്ഷെ ഡിസൈൻ അങ്ങനത്തെ അല്ല നമ്മുടെ. ഡിസൈൻ അതല്ല, ഷേപ്പ് ഇച്ചിരി വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും നല്ലതായിട്ട് പിടിക്കാൻ നല്ലതാ. ഹാൻഡിൽ അതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അത് നല്ലതാ കൈ പിടിക്കാൻ. ഇത് ആ ഡിസൈനോട് ചേരുകയും ചെയ്യും. അപ്പയ്ക്ക് ഇഷ്ടപ്പെടുവോ? അതറിയില്ല. അപ്പയ്ക്ക് നിങ്ങൾ 2 പേരും കൂടെ 2 മേടിച്ചിട്ടില്ലേ? അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എനിക്കെടുക്കാം. നോക്കാം, നമുക്ക് തിരിച്ചു വരുമ്പോ നോക്കാം. ഇതാണ് ഷേപ്പ്, പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. അല്ല, നമ്മുടെ ഷേപ്പ് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഷേപ്പാ അല്ലേ? നല്ല ഡിസൈനും ആയതിന്റെ. ഏതാ പിടിക്കാൻ ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടു? ഇതാ പിടിക്കാൻ. ഇതാണോ ഇഷ്ടപ്പെട്ടെ? ഇത് നീളമുള്ളതാണ്. ഞാൻ ഈ കോഫി മഗുകളുടെ ഒരു ആരാധിക ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അവിടെ കണ്ട ഓരോ കോഫി മഗിൽ നിന്നും ഓരോന്ന് വീതം സാമ്പിൾ എടുക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഓരോ ദിവസവും ഓരോ കപ്പിൽ കാപ്പി കുടിക്കാൻ. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു ഹാൻഡ് വാഷിന്റെ സാധനം തോന്നുന്നു. നല്ല രസമല്ലേ അതാണ്? ഒട്ടും അതാ കുഴപ്പം. ഇത് വെക്കാൻ ടിഷ്യൂ പേപ്പർ ഹോൾഡർ കാണിച്ച്. അത് കൊള്ളാട്ടോ. നല്ല രസമല്ലേ? തിരിച്ചു വരുമ്പോ ചോദിക്കാം. അതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. നല്ലതാ. ഒരുപാട് വെറൈറ്റി ഷേപ്പിലുള്ളതുണ്ട്.
ആ ഇത് നല്ലതാട്ടോ. ഇതൊരു പ്ലേറ്ററാ. നമ്മൾ ഈ മീൻ വറുത്തതൊക്കെ സെർവ് ചെയ്യാനായിട്ട് മീൻ വറുത്തത് വെക്കാം. അതുപോലെയുള്ള ഡിഷസ് ഒക്കെ ടേബിളിൽ, ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെക്കാം. അതിന് ഈ ഹാൻഡിൽ ഇങ്ങനത്തെ ഉള്ളത് ഇപ്പൊ ഭയങ്കര ട്രെൻഡാ. ആ ബൗളുകളും ഒക്കെ നല്ലതാട്ടോ. നല്ലതാ. ഇത് നല്ല രസമല്ലേ. ഇത് സ്പൂൺ സ്റ്റാൻഡ് അല്ലേ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഇത് എന്തിനു വേണ്ടിട്ട് അത് ഉപയോഗിക്കണേന്ന്. ഇത് കാണുമ്പോ എനിക്കത് ഇപ്പോഴാ മനസ്സിലായത്. അത് എന്നാന്ന് വെച്ചാ ക്രോക്കറി ഇതായതുകൊണ്ടേ പൊട്ടാൻ പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നോടി. ഓവലല്ലേ? അതല്ലെന്നാ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അങ്ങനത്തെ ഏതാ ഉള്ളത്? അങ്ങനത്തെ ഞാൻ ഒരെണ്ണം മേടിച്ചോണ്ട് വന്നില്ലേ പെസഹാപ്പാല് വെക്കാൻ. അതിങ്ങനെ ഹൈറ്റ് ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട്. പെസഹാപ്പാല് വെക്കാനാ, ഒഴിക്കാൻ. അത് നല്ല പൊക്കമുണ്ട്. ഉണ്ടോ? ആ ഇതിന്റെ വലുത്. എന്നാ മേടിക്കണ്ട. ദേ ആ മോഡല് അതിന്റെ ഇപ്പുറത്തിരിക്കണേ. ആ അത് തന്നെ. കളർ എന്നായിരുന്ന? വൈറ്റ്. ആ അരികില് ഗോൾഡൻ ബ്രൗൺ പോലത്തെ. ഇതുപോലത്തെ വിസ്തൃത അല്ലേ അതോ? പെസഹ പാലൊഴിച്ചു വെക്കാൻ. മനസ്സിലായി. ഇത് കണ്ടേ ഇല പ്ലേറ്റ്, ലീഫ് പ്ലേറ്റ് ഉണ്ടോ? ലീഫ് പ്ലേറ്റ് കണ്ടു. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇതിലെന്താ വെക്കാൻ പറ്റുക? അറിയില്ല. അതൊക്കെ ഓർണമെന്റൽ. ഇതിലെന്താ വെച്ചാ നല്ലതാവുക എന്ന് നിങ്ങൾ നോക്കിട്ട് പറയട്ടോ. നല്ല രസമുണ്ട്. കുടുക്ക കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ചെറുപ്പകാലം ഓർത്ത് പോയിട്ടോ. ദേ ഇങ്ങനത്തെ ലീഫുകളുള്ള പ്ലേറ്റുകൾ കണ്ടോ, ഭയങ്കര വെറൈറ്റി അല്ലേ. അത് വളരെ സിമ്പിളായിട്ടുള്ള ലീഫ് പ്രിന്റുകൾ, എന്നാൽ ഭയങ്കര എലഗന്റ് ലുക്കിങ്ങുമാണ്. അത് നല്ല രസമല്ലേ. അത് ചട്നി വെക്കാനാന്നേ. ഇഡലിയൊക്കെ തിന്നുമ്പോ ഇഡലി അവിടെ ഇടാം, ചട്നി സൈഡിൽ വെക്കാം. അല്ലെങ്കിൽ മോമോസ് ഒക്കെ കഴിക്കില്ലേ, മോമോസ് ഒക്കെ കഴിക്കുമ്പോ ചട്നിയോ മയണൈസോ സോസ് അതൊക്കെ വെക്കാൻ നല്ല രസമുണ്ട്. ഇത് പക്ഷെ നല്ല വെയിറ്റാ. മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ അടർന്നു പോയാൽ അതുമായി. നല്ല സാധനം നല്ല. ചോദിക്കാം റേറ്റ് എത്ര? കിത്തനായേ? 450യോ? മത്തങ്ങ പിക്കിൾ ഭരണി. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഭരണി. കോഫി ഇട്ട് വെക്കാനുള്ളത്. ഇതേ നല്ല രസം. ഈ കപ്പ് ഒരെണ്ണം മേടിച്ചാലോ? നോക്കിയേ അതിന്റെ ഭംഗി കണ്ടോ. എവിടെ കൊണ്ട് വെക്കാനാ? നല്ല ക്യൂട്ടായിട്ടിരിക്കണ ഈ കപ്പ്. ക്യൂട്ടൊക്കെയാ. ഇത്രയും മനോഹരമായ കപ്പ് കണ്ടിട്ട് എങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഈ കോഫി മഗ് വെക്കാൻ സ്ഥലം ഇല്ല കേട്ടോ. ഞാൻ സ്ഥലം ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. കാരണം എനിക്ക് അത്രയധികം കോഫി മഗ് കളക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഇനി വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഉറപ്പായിട്ട് അത് മേടിച്ചേനെ. ഇത് സ്പൂണും ഇട്ട് ഹോൾഡ് ചെയ്യാം അല്ലേ. നല്ല രസമുണ്ട്. പണ്ടൊരു കപ്പ് മേടിച്ചിട്ടില്ലേ സ്പൂൺ സൈഡിൽ വെക്കണ, അത് നല്ല ഭംഗിയാ. ഇത് കണ്ടോ കത്രികയുടെ ഹാൻഡിൽ. മനസ്സിലായി. നല്ല രസം. പിടിക്കാൻ ഇച്ചിരി അല്ലേ, പിടിക്കാനൊക്കെ പാടില്ല. ഷോയാണ്. കുറേയേറെ പിൻട്രസ്റ്റി വൈബുള്ള കോഫി മഗുകൾ വിത്ത് സോസറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അതിലൊന്നാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പാറ്റേൺ ആണ് കേട്ടോ. കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയില്ലേ അതിന്. എന്ത് വലിയ മഗ്ഗാന്ന് നോക്കിയേ. നമ്മൾ ആദ്യം കണ്ട കപ്പുകൾ ഏതാ? രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഒരു മഗ് വെള്ളം കുടിക്കാൻ ആ മഗ് കറക്റ്റായിരിക്കും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഇത് സൂപ്പ് ബൗളാണ്. ഇത് കണ്ടോ, ഇത് ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിലും ഈ ഒരു ഗ്ലാസ് സെറ്റ് ഇങ്ങനെ ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എസ്തെറ്റിക് വൈബ് കിച്ചണിനൊക്കെ കിട്ടൂലേ. ആ സിംഗിൾ ഇലയുള്ള പ്ലേറ്റ് നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് വേറെ പ്രിന്റാ. എന്നാലും ഓൾമോസ്റ്റ് സെയിമാ. കിത്തനാ ഹേന്ന് ചോദിച്ചാൽ മതി. ചോദിക്കാം. കിത്തനാ? 300. നല്ല രസം. നല്ല രസമുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ, പക്ഷെ പ്രിന്റ് ഡിഫറെന്റാ. നമുക്ക് ബ്ലൂ അല്ലേ ഫുള്ള്. ഇത് പക്ഷെ ഇത് കുറച്ചല്ല. നമുക്ക് ഇവിടെ വേറെ കളറുണ്ട്, വേറെ കളറാന്നേ ഉള്ളൂ. ഒറ്റ ഇല ഉള്ള പ്ലേറ്റ് ഉണ്ടോ, അത് നല്ല ഭംഗി കാണാൻ. ആ സോസറായിട്ടുള്ളത് കണ്ടോ, മേഘം പോലെ ഇല്ലേ, മേഘത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പോലെ. നല്ല രസം. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പാടാ. അത് വെക്കാൻ തന്നെ സ്ഥലം വേണം. അതെ അതെ അതെ, കുറെ സ്ഥലം വേണം.
വീഡിയോ എടുക്കുമ്പോൾ അതിൽ നിന്ന് കാപ്പി കുടിക്കണൊക്കെ കാണിക്കാൻ നല്ലതാ. കപ്പുകളും ക്രോക്കറിയും ഒക്കെ വെച്ചിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇതുപോലെ ഫേർണിച്ചേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേ പോയാലോ? ഇതിലേ പോണ്ടേ? ഇതിലേ ഒന്ന് പോയി നോക്കാം. അതിലേ പക്ഷെ വഴിയില്ല, തിരിച്ചു വരണം. കോലാപ്പൂരി ചെരുപ്പുകൾ, നല്ല ആർട്ടിസ്റ്റിക് ലുക്കുള്ള ചെരുപ്പുകളാണ് അല്ലേ കോലാപ്പൂരി. എനിക്ക് ഇഷ്ടമാണ് കാണാൻ. കോലാപ്പൂരി ചെരുപ്പ്. അതേ ഋതിക്ക് മേടിച്ചു തന്ന പോലത്തെ ചെരുപ്പ്. അവനല്ലേ ദേ ഇരിക്കുന്നത്, നല്ല രസമല്ലേ. ये कितना है? 700. ഇത് നല്ല രസമുണ്ട്. ഈ വൈറ്റ് കളർ ഡ്രസ്സിന്റെ കൂടെ ഇടാൻ നല്ലതാണ്. പക്ഷെ അതൊക്കെ ഷോക്കേ പറ്റും. ഷോയ്ക്കേ പറ്റുള്ളൂ. ഓർണമെന്റലാ. കോലാപ്പൂരി അല്ലെങ്കിലും ഓർണമെന്റലാ. കോലാപ്പൂരി ചെരുപ്പ് എനിക്ക് തോന്നിയിരിക്കുന്നത് നല്ല എത്നിക് വെയേഴ്സില്ലേ അതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോംബോയാണ് എൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞ കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട്. മുത്തുകൾ വെച്ചത്. അത് നല്ലതാണ്. അമ്മയല്ലായിരുന്നോ പണ്ട് കോലാപ്പൂരി? ഞാനാണ് കോലാപ്പൂരി. എൻ്റെ കാലത്ത് ഇങ്ങനത്തെ അല്ല, വേറൊരു മോഡലാണ്. ഞാൻ കാണിച്ചു തരാം അത്. അന്ന് ഈ കോലഞ്ചേരി ഖാദിന്നാ മേടിക്കുന്നത്. എന്നാലും വ്യത്യാസമുണ്ട്. ഇത് നല്ലതാട്ടോ. ഈ ഫുൾ വൈറ്റ് ഡ്രസ്സിന്റെ കൂടെ ഇടാൻ നല്ലതാണ്. ഫങ്ഷണൽ വെയർ ആണല്ലോ. ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് വെള്ള ഡ്രസ്സ്, വെള്ള ചെരുപ്പുകള്, ഹാൻഡ് ബാഗിനോടൊക്കെ ഒരു പ്രത്യേക ക്രേസ് ഉണ്ടോ? ഓടിന്റെ ചായ കപ്പിൻ മഗ്. ശരിക്കും ഓടല്ല അത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഷോക്കേസ് ഒന്നും കയ്യിൽ വെക്കാൻ നല്ലത് അല്ലേ? ഞാൻ അവിടെ ഇവിടെ കൊണ്ട് വെച്ചാൽ പൊടിയടിക്കാൻ പാടില്ല. അതാ കുഴപ്പം. നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്. ഇതെല്ലാം ഇതെന്താ സംഭവം? തൂക്കുവിളക്ക് പോലെ. പക്ഷെ ഷോയ്ക്ക് വെക്കണമായിരിക്കും. തൂക്കിടാൻ നല്ലതാ അല്ലേ? നോക്കാം. ഇതെന്താ സാധനം? ഇത് എണ്ണ ഒഴിക്കുന്നതാ. കുപ്പിവളകൾ കണ്ടോ? ഓണം സീസൺ ആവുമ്പോഴാണ് ഇതിനൊക്കെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. കണ്ടോ? അതെ, റെയിൻബോ അല്ല, ഇതിനെന്തോ ഒരു പേര് പറയൂലോ. എന്തോ ഒരു പേര് കഴിഞ്ഞ വർഷം വന്ന് ട്രെൻഡായതാ ഇങ്ങനത്തെ ഒക്കെ കുപ്പികള്. നല്ല രസം. ഫ്ലാസ്ക് നമ്മള് കഴിഞ്ഞാണ് മേടിച്ച കുപ്പിയും ഫ്ലാസ്കും ക്ലീനിങ് നല്ല സാധനമാണ്. അത് യൂസ്ഫുൾ ആണ്. അതെന്നാ അത്? വെജിറ്റബിൾ വെക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ? നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ. അത് നമ്മൾ മേടിച്ചില്ല. സേഫ്റ്റി പിന്നെ അമ്മയ്ക്ക് ഒരു വീക്ക്നെസ്. 2 ഇറ്റൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട് പൊട്ടിക്കാത്ത. ചെവിതോണ്ടി ഉണ്ടോ എന്ന് ചോദിക്കണം. ചെവിതോണ്ടിയോ? ഉണ്ടാവാൻ വഴിയില്ല. അച്ചാർ സെഷൻ കണ്ടപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് അങ്ങ് എടുത്ത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. കുറേ ടൈപ്പ് അച്ചാറുകൾ കണ്ടു. ഏതൊക്കെയാണെന്ന് എടുത്ത് പറയാനായിട്ട് അറിയില്ല. അത് റെഡ് ചില്ലി അച്ചാറാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഞാനത് അവരോട് ചോദിച്ചായിരുന്നു. പിന്നെ വേറെ ഒരുപാട് ടൈപ്പ് കണ്ടു. അതൊന്നും വാങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോവുക ചെയ്തത്. കരിപ്പട്ടി അലുവയാണ്. ഞാൻ ഇങ്ങനെ കഴിക്കാം. എനിക്ക് എന്ത് സാധനം അത്? അറിയില്ല. ആ കരിപ്പട്ടി ഹൽവ അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇത് പനം കൽക്കണ്ടം, അപ്പുറത്തിരിക്കുന്നത് കരിപ്പട്ടി. എനിക്ക് തോന്നുന്നത് ചുക്ക് കരിപ്പട്ടി എന്നാണ് തോന്നുന്നു പറഞ്ഞത്. ഞാൻ പേര് കറക്റ്റായിട്ട് വിട്ടുപോയിട്ടോ. പിന്നെ പനം കരിപ്പട്ടി അങ്ങനെ എന്തോ പറഞ്ഞും അവർ കേട്ടായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് അത് വിട്ടുപോയിട്ടോ. എന്തായാലും ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയി ഞങ്ങൾ. പിന്നെ ഞങ്ങൾ കണ്ടത് ദേ ഒരു മനോഹരമായ മറ്റൊരു സ്റ്റോളാണ്. ഇത് ലെതർ ഉൽപ്പന്നങ്ങളാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഫാക്ടറി ഔട്ട്ലെറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഈ ബെൽറ്റ് കണ്ടപ്പോൾ ഞാൻ അപ്പേനെ ഓർത്തു. കാരണം അപ്പ എപ്പോഴും ഇങ്ങനെ ബെൽറ്റുകൾ കളക്ട് ചെയ്യുന്ന ആളാണ്. ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ അത്യാവശ്യം നല്ല ബെൽറ്റ് കളക്ഷനൊക്കെ അപ്പയ്ക്ക് ഉണ്ട് കേട്ടോ. കളക്ഷൻ എന്ന് പറയാനൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും അത്യാവശ്യമൊക്കെ ബെൽറ്റുകൾ കാണുമ്പോൾ അപ്പയ്ക്ക് വാങ്ങാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലെതർ പ്രോഡക്ട്സ് അപ്പയ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റോള് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പയ്ക്ക് പറ്റിയ ബെൽറ്റാണോ എന്നൊക്കെ ഇങ്ങനെ അമ്മയോട് ചോദിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അളവ് അറിയില്ലാത്ത കാരണം ബെൽറ്റ് നമ്മൾ എടുത്തില്ല. കാരണം അളവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വേണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. 400 രൂപയാണ് അത് പറഞ്ഞത്. അതിൻ്റെ മോഡൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറെ ഒത്തിരി ഇതുപോലെയുള്ള ലെതർ ഉൽപ്പന്നങ്ങളും കണ്ടു. പല ഹാൻഡ് ബാഗ്സും സ്ലിംഗ് ബാഗ്സും ഒക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു സ്റ്റോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പയെ പോലെ എനിക്കും ലെതർ ഉൽപ്പന്നങ്ങൾ വളരെ ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് ക്യാറ്റ് ആണെന്നാ വിചാരിച്ചത്. ക്യാറ്റ് ലവർ അല്ലേ, അതുകൊണ്ടാണ്. ഇതുപോലത്തെ ക്യാറ്റിന്റെ ഷേപ്പിലുള്ളത് നമ്മുടെ DIY ഇരിപ്പുണ്ട്.
കാറ്റിന്റെ ഷേപ്പിലുള്ളത്. ഇത് വേറെ ചെടിയുടെ ഷേപ്പാ. ദേ അവിടെ കണ്ടോ ബെയറിന്റെ ഷേപ്പിലുള്ളത്. ദേ നല്ല രസം. ഇപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഷേപ്പ് ഉണ്ട് അല്ലേ? കാർപ്പറ്റ് നോക്കണ്ടോ? കാർപ്പറ്റ് പോലെയാണല്ലോ ഇരിക്കണേ. അമ്മ ഇത്തവണ ഇതിലാണ് പിടിച്ചേക്കണേ. കൊണ്ടുപോകാനാണോ? കൊണ്ടുപോകാനല്ല, ഈ സ്ലിപ്പറി അടിയിൽ നോക്കി. ഞാനിങ്ങനെ ഓരോ സ്റ്റോളുകൾ നോക്കുമായിരുന്നു, മിസ്സാവാതെ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, എന്താന്ന് പക്ഷെ മനസ്സിലായില്ല. രാജസ്ഥാനിലെ കളേഴ്സ്. എല്ലാം അതിന്റെ അറിയാനുണ്ടല്ലേ. ഋതിക്കിന്റെ സ്ഥലം പണ്ടത്തെ. അതെ 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 അതെ. ആസാം ഹാൻഡ്ലൂം സാരി ഹൗസ്. ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല ഭംഗി കേട്ടോ. ഇത് നല്ല പാടുപെട്ടല്ലേ ഇങ്ങനെ പ്ലീറ്റ് ഒക്കെ ചെയ്ത് വെക്കണേ. ഇത് എനിക്ക് ഉടുക്കാൻ പോലും അറിയില്ല, അപ്പൊ ഇത്രയും പ്ലീറ്റ് ചെയ്ത് വെക്കണത്. ഹരിയാനയിൽ ഒരു കോലാപൂരി ചെരുപ്പിന്റെ സ്റ്റോൾ. ഇതൊക്കെ നല്ലതാട്ടോ. ഇത് നല്ല രസമല്ലേ? ഇങ്ങനത്തെയൊക്കെ അല്ലേ അമ്മ പറഞ്ഞത്? ഏതാണ്ടൊക്കെ അങ്ങനെ. ഇതിപ്പോൾ ക്രാഫ്റ്റ് ഒന്നും ഇല്ല അന്ന്. ഇതും ഒക്കെ നല്ലതാട്ടോ. ഇത് സിൽക്ക് പോലത്തെ ആട്ടോ ഇവിടെ. ഇതൊരു നല്ല കടയാ. ഇതും നല്ലതാ. ഈ കലങ്കാരി ഡ്രസ്സിന്റെ പ്രിന്റ്. നല്ലത് ഏതാന്ന് വെച്ചാൽ നോക്കാം. ഇത് സിൽക്കാട്ടോ. സിൽക്ക. നല്ല ഡ്രസ് ഇടുമ്പോ അതിന്റെ കൂടെ ഫാൻസി ഈ മോഡൽസ് നോക്കാം. ഇത് നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഒക്കെ മോഡലാ. പണ്ട് ഇങ്ങനത്തെ മാത്രമേ ഉള്ളൂ. കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനെയല്ല ശരിക്കും, ഇതുപോലെയൊക്കെ ഇരിക്കും. ഇങ്ങനെ ഇല്ല, പ്ലെയിൻ ആയിട്ട്. വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ സ്ഥിരം ആരാധികയായിരുന്നു. ഇത് കണ്ടോ? അത് അവൻ കൊണ്ടൊന്നും ഇങ്ങനത്തെ അല്ല. ഇങ്ങനത്തെ അത് തന്നെ അത് തന്നെ. ഇത് ക്യാമല്. മനസ്സിലായി. നല്ല രസം. അതങ്ങനെ കണ്ടിട്ടില്ല. ഇതിലും ക്യാമൽ ഉണ്ട് കേട്ടോ. ക്യാമല്. ഇതില് വേറെ വീൽസ് ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. അതാണ് ഇവിടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഈ കടയിൽ കേട്ടോ. പണ്ട് എനിക്ക് കോലാപൂരി ചെരുപ്പുകളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം എനിക്ക് കോലാപൂരി കാണാൻ ഇഷ്ടമാണ്. അത് ഇതൊക്കെ കണ്ടോ? ഇത് ഓരോന്നും ഓരോ പാറ്റേൺസും ഒന്നിനൊന്ന് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയേ. നമ്മൾ ഈ കലങ്കാരിയുടെ ഒരു സിൽക്ക് പാറ്റേൺ ഡ്രസ്സ് നമ്മൾ തയ്പ്പിക്കില്ലേ, അതുപോലത്തെ തന്നെ ഒരു സിൽക്ക് മോഡലുള്ള ആ ഒരു ചെരുപ്പിൽ ഇംപ്രിന്റ് ചെയ്തിരിക്കുക. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തില്ല, എല്ലാം കണ്ടേ ഉള്ളൂ. വിലയൊക്കെ ചോദിച്ചു, കണ്ടിങ്ങനെ പോന്നു. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ ഓരോ ഡ്രസ് സ്റ്റോളുകൾ ഇങ്ങനെ കണ്ടുപോരുക. പിന്നെ നോക്കിയപ്പോൾ അമ്മ പറയുന്നത് സ്വെറ്ററുകളാണ്. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും സ്വെറ്ററുകളല്ല കേട്ടോ. ആ മോഡലിലുള്ള ഷ്രഗ് പോലെയൊക്കെയാണ് തോന്നിയത്. അതിന്റെ പാറ്റേണിന്റെ പേരെന്താണെന്ന് അറിയില്ല. അതേ കണ്ടോ, ടീ കോസ്റ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ എന്നോട് വേണോന്ന് ചോദിക്കായിരുന്നു. നമുക്ക് ഓൾറെഡി ഉണ്ട്, അപ്പോൾ അത് വേണോ വേണ്ടിയോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് നിന്നപ്പോൾ അമ്മ അതേ തൊട്ടടുത്തിരുന്ന മറ്റൊരു സാധനം കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ? നമ്മുടെ ടേബിൾ റണ്ണർ. ഈ ടേബിൾ റണ്ണർ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വേണോന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. സൈസ് ആയിരിക്കുള്ളൂ. ഒരെണ്ണം ഏതായാലും മേടിക്കാം. വില അധികം. വേറെ കളറുണ്ടല്ലോ, ഗ്രീൻ. ഉണ്ട്. ഗ്രീൻ നോക്കണോ? വില ചോദിക്കട്ടെ. അത് ഇവിടുത്തെ ആളേതാ പോലും. നല്ലതാ. ഇത് ഇച്ചിരി ചെറുതാ വെച്ചാ. അത് ഇവിടെ നിന്നാ എടുത്തേ. അതാട്ടോ. ഇതാണ്. ഇതിപ്പോ ആകാം നമ്മുടെ ടേബിളില് അല്ലേ? ഇത് ഗ്രീൻ. അത് സൈസ് വ്യത്യാസമുണ്ട്. അത് സിംഗിൾ പീസാ. അപ്പൊ അതെവിടെ നിന്നാ എടുത്തത്? നമുക്ക് നോക്കാം, ചോദിക്കാം. ഇവിടെ എടുത്തേന്ന് തോന്നണം. ആയിരിക്കും, നോക്കട്ടെ. ഇതില് ഗ്രീൻ ഇല്ല കേട്ടോ. ഇല്ല അല്ലേ? ഇത് പക്ഷെ ചെറുതാടി. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. വലുതുള്ളൂ. എല്ലാം ചെറുതാണോ? അല്ല, വലുതും ഉണ്ട്. ഇടകലർത്തി വെച്ചേക്കണത്. അത് നല്ലതാ. പക്ഷെ അതിലും ലെങ്ത് ഉണ്ട്. ഇത് ലെങ്ത് ഉള്ളത് വേണം മേടിക്കുമ്പോ. ഇത് നല്ല ലെങ്താ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ടേബിളിന് പാകാം. ഒരു പ്ലേറ്റ് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അത് മതി. ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഉണ്ടോന്ന് ചോദിക്കാം. ഇതുപോലെ വലിപ്പമുള്ള. അവിടെ നിൽക്കാം. ഇതിനൊക്കെ എന്താ വില? സിംഗിൾ പീസ് 50 ആണോ? വേണ്ട, 50ക്ക് വേണ്ട. മേടിച്ചത് കാണിച്ചോ, ബില്ല് കൊടുക്കണം കാണിച്ചോ കേട്ടോ. ചേഞ്ച് ഇല്ല. എഴുതിയിട്ടുണ്ട് അതിലിട്ടോട്ടെ. ഓക്കെ.
വീഡിയോ ഓക്കെ ശരി. ആദ്യത്തെ കച്ചവടം വലിയ കച്ചവടങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല. ചെറിയ കച്ചവടങ്ങളേ ഉള്ളൂ. ചെറുതെന്ന് വിചാരിച്ച് വലുതാവോ? അതെ, ഇല്ല, ആവില്ല. അതില്ല. അതിച്ചിരി ഉദ്ദേശിച്ചതല്ല, പക്ഷെ അത് കണ്ടപ്പോ നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ ഉണ്ടെങ്കിലും കണ്ടപ്പോ ഇങ്ങനെ വരുമ്പോഴേ റണ്ണറുകൾ. ഇത് നമുക്ക് തിരിച്ചു വരുമ്പോ ആ വഴി കറങ്ങി വരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സാൻഡ്സ്റ്റോൺ. ഇതൊക്കെ എന്നതാ? ഹാൻഡ്ലൂം വീവ്സ് ആട്ടോ. ഹാൻഡ്ലൂം ടവലാണ്. അതൊക്കെ ബെഡ്ഷീറ്റ്. ഇത് നല്ല രസമല്ലേ? സെറ്റിയിലിട്ട് ഇത് തന്നെ ഈ മോഡലാ. കാണാൻ ഭംഗിയല്ലേ? ഇതൊക്കെ സ്റ്റോണിന്റെ ഉണ്ടല്ലോ. മാല നോക്കണുണ്ടോ? 150 ആണോ? സ്റ്റോൺ 150 ആണ്. കണ്ടപ്പോ നോക്കിന്നുള്ളു. അമ്മയ്ക്ക് ഇതാന്ന് തോന്നുന്നില്ലേ? ഇങ്ങനത്തെ ഒക്കെ പണ്ട് അമ്മ ഉപയോഗിക്കായിരുന്നില്ലേ? ഇതന്നെ ഇങ്ങനെ കെട്ടാതെ കിടക്കുന്ന, നമ്മള് കെട്ടിയെടുക്കണമെന്നോ? അല്ല, അങ്ങനെയല്ല. ലാസ്റ്റ് അവർ നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഇതിട്ട് തരുമായിരിക്കും. കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും. ഈ മാലകൾ നോക്കിയത് വീപ്പുകൾ പോലത്തെ. ഇത് കൊള്ളാല്ലേ? ഇത് നല്ല രസമുണ്ട്. ഇതിന്റെ ഷേപ്പ് ഇതും നല്ല രസമുണ്ട്. ഇവിടെ ഈ ഷേപ്പ് അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ശരിക്കും വെയിറ്റും ഉണ്ട് ഇതിന്. ഈ ഷേപ്പ് ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ. കിത്തന 250. 250 അല്ലേ? വലിയ വിലയിലല്ലേ? ഒരു വെറൈറ്റി. ഇതിനാ ഇത് ബെഡ. ചോട്ടാ ഡ്രോപ്പ് കൊള്ളാം അല്ലേ? രണ്ടും നല്ലതാണ്. ബെഡ ഡ്രോപ്പും ഉണ്ട്, ചോട്ടാ ഡ്രോപ്പും ഉണ്ട്. പക്ഷേ ഇതിന് 250, ഇതിന് 2 ആണ് അല്ലേ? നല്ല കിട്ടിയിട്ടുണ്ട്. ഒട്ടുണ്ടല്ലോ. കാണാവോ? കാണാം, ഫുൾ കാണാം. പണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതൊക്കെ മേടിച്ചേനെ. ഏത് കോളേജ് കാലഘട്ടത്തിൽ. അയ്യോ, തൂത്തുവാരിയനെ. പക്ഷെ തൂത്തുവാരാൻ പൈസ എവിടെന്നാ? ഇത് വേണോ? മുടിയിലിടാൻ ഫോണിന്റെ മറ്റേ സാധനം പോലെ പണ്ടത്തെ. ഏതൊക്കെ രീതിയിലുള്ള ഇത് അത്യാവശ്യമൊക്കെ വളഞ്ഞു ഇരുന്നോളൂ. നേരത്തെ ഞാൻ വെച്ച് നോക്കിയ ആ മാലകളില്ലേ, അതിലൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ മുത്തും വെച്ച് നോക്കി, ചെറിയ മുത്തും വെച്ച് നോക്കി. ഏതാ ഞാൻ എടുത്തതെന്ന് ഗസ് ചെയ്യാവോ? ഇത് സോഫ്റ്റ് ലെതർ അല്ലേ? നല്ല രസമുണ്ട് അല്ലേ? അമ്മ ഇങ്ങനത്തെ അല്ലേ പിടിച്ചോണ്ട് നടക്കണേ? എന്തുമാത്രം. ഏറ്റവും വലുത് മേടിച്ചിട്ട് ഇതുവരെ ഉപയോഗിക്കണില്ല. 5000 രൂപയുടെ. അത് കാറിൽ പോകുമ്പോ അതാ ഉപയോഗിച്ചത് തന്നെ. ഇതൊക്കെ കണ്ടോ? കുഞ്ഞി പേഴ്സ് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞി പേഴ്സുകളുടെ ട്രെൻഡ് പണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ജിപേ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ചില്ലറകൾ കൊണ്ട് നടക്കണ കുറഞ്ഞല്ലോ. നമ്മൾ രണ്ടുപേരും ഓരോന്നും മേടിച്ചില്ല. ഒരെണ്ണം ഇതുള്ളത് മേടിച്ചത് ഞാൻ എടുത്ത പെയിന്റ്. ഇത് ബ്രൗണ്, ഇത് ഡാർക്ക് ടാൻ അല്ല, ടാൻ ആണത്. പിന്നെ ഇത് മെറൂൺ ഷെയ്ഡ് വരുന്നത്. അങ്ങനെ 3 കളറുള്ള 4 കളറുണ്ട്, ബ്ലാക്കും കൂടെ ചേർന്ന്. ഈ വള നല്ല ഭംഗിയുണ്ടായിരുന്നില്ലേ കാണാനായിട്ട്? എനിക്ക് ഇങ്ങനത്തെ ഒരു വള ഞാൻ ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. പക്ഷേ റേറ്റ് ഇച്ചിരി ഉള്ളതുകൊണ്ട് പിന്നെ ഞാനത് അന്നേരം എടുത്തില്ല. പിന്നെ നോക്കിയിട്ട് അടുത്ത മാസം വല്ലതും പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഓണാകുമ്പോൾ വേറെ കുറേ പർച്ചേസസ് നമുക്ക് വരുമല്ലോ. എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ആകെ കൺജസ്റ്റഡ് ആയിപ്പോവും. അപ്പോൾ പതുക്കെയൊക്കെ നോക്കി മേടിച്ചാൽ മതിയല്ലോ എന്ന് കരുതി. അതേ ഇത് കണ്ടു, ഒരുപാട് മുത്തുമാലകൾ, പല വെറൈറ്റി ടൈപ്പ് മുത്തുമാലകൾ ഉണ്ടായിരുന്നു. കാണാൻ നല്ല അഴകാലേ. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഏതാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ പോലെ ആവും. അങ്ങനെ മാലകൾക്ക് ഒത്തിരി നല്ല സെലക്ഷൻ ഞാൻ അവിടെ കണ്ടായിരുന്നു. ഞാനൊരെണ്ണം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മളൊരു സാൻഡ് സ്റ്റോൺ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മാലയായിരുന്നു കേട്ടോ. ഇപ്പോഴും നന്നായിട്ട് അത് പോകുന്നുണ്ട്. ഇത് അമ്മയ്ക്ക് പറ്റിയതല്ലേ? അത്രയും വലുത് എനിക്ക് വേണ്ട. വലുതാ അല്ലേ? ഒരുപാട് വലുത്. കോറലിനെ പറ്റി ഒറ്റ പീസ് വേണോ അല്ലേ? ഒറ്റയാണെങ്കിൽ കാത് തൂങ്ങില്ല. എല്ലാം വലുതാ. വലുതെനിക്ക് വേണ്ട. അത്രയും വലുതൊന്നും ഒട്ടും പറ്റില്ല. റോസയുടെ നല്ല രസമുണ്ടല്ലേ? ഇതും കുഞ്ഞു കുഞ്ഞു പൂക്കൾ പോലെ.
ചെറുത് ഇതിൻ്റെ ഉണ്ടെങ്കിൽ എടുക്കായിരുന്നു ഇത്. അങ്ങനെ മാലകളുടെ സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് കുറേ വെറൈറ്റി പാറ്റേൺസിലുള്ള ഡ്രസ്സുകൾ, സാരികൾ, ഡ്രസ് മെറ്റീരിയലുകൾ ഇതൊക്കെ കണ്ടോ. അങ്ങനത്തെ ടൈപ്പ് പ്രിൻറ്റുകൾ കണ്ടോ. എനിക്ക് അതിൻ്റെ പ്രിൻറ്റിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, വാർലി പ്രിൻ്റ് എന്നാന്ന് തോന്നുന്നു. അങ്ങനത്തെ പ്രിൻറ്റുകളൊക്കെ എനിക്ക് ഇഷ്ടമായി. ഈ ജയ്പൂർ, രാജസ്ഥാൻ ആ ഏരിയയിലാണ് കൂടുതലും അങ്ങനത്തെ പ്രിൻറ്റുകൾ കണ്ടേക്കണേ. എനിക്കിഷ്ടമാണ്. ഇതേ കണ്ടോ, ആ പ്രിൻ്റൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് കണ്ടുപോകുമായിരുന്നു. ഇത് കണ്ടോ, ഈ സെഷനിൽ വന്നപ്പോൾ അമ്മ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്നു. കാരണം ബാഗുകൾ, പേഴ്സുകൾ, ഷോപ്പറുകൾ ഇതെല്ലാം അമ്മയ്ക്ക് ക്രൈസാണ്. പക്ഷെ വാങ്ങിയില്ല, ജസ്റ്റ് കണ്ടുപോയുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ ആവശ്യത്തിനുണ്ട് നമുക്ക്. അപ്പോൾ ഇനിയും കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെക്കാനും സ്ഥലം വേണ്ടേ, അതും ഒരു പ്രോബ്ലമാണ്. വാങ്ങിക്കുന്ന മാത്രമല്ലേ. ഇത് ഇങ്ങനത്തെ ഒരു സാരിയല്ലേ അമ്മ കഴിഞ്ഞ വർഷം മേടിച്ചത്? ഈ മോഡൽ ഒരു സാരിയാണ് മേടിച്ചത്. ക്രീമിൽ പിങ്ക് നമ്മൾ മേടിച്ചത്. അമ്മ ബാഗ് കണ്ടാൽ നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ നിൽക്കുന്ന സ്ഥലമാണ് കലങ്കാരി മെറ്റീരിയൽസ്. എനിക്ക് ഈ കലങ്കാരി എത്ര കണ്ടാലും മതിയാവില്ല. അത് ഈ മോഡൽ പ്രിൻറ്റുകളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചില്ല. കാരണം ഇനിയും തയ്ക്കാൻ കൊടുക്കാനായിട്ട് ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇക്കട്ട എനിക്ക് അത്ര വലിയ ക്രൈസ് ഇല്ല. പിന്നെ ഉപയോഗിക്കും, എനിക്ക് ഇഷ്ടമാണ് കോട്ടൺ ആയതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചിക്കൻ കാരി ഞാൻ തപ്പി നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചിക്കൻ കാരി ഞാനിങ്ങനെ ജസ്റ്റ് കണ്ടു. നല്ല കളറായിരുന്നു അതിൻ്റെ. ഇക്കട്ടിന്റെ ഓരോരോ വേരിയൻസ്. എനിക്ക് ബ്ലൗസ് പീസ് കൊണ്ടുവന്നല്ലേ ഇതൊക്കെ. ഇത് കുറേ കളർ ഉണ്ടല്ലോ. ഇത്രയും കളർ ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇഷ്ടം പോലെ കളേഴ്സ് ഇക്കട്ടുണ്ട്. മെറ്റീരിയൽസ് ഇതല്ല. ഇത് എവിടുത്തെ ഒഡീഷ സാരികൾ പല മോഡലുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്കതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനൊക്കെ അറിയില്ല കേട്ടോ. കുറേയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി ഇങ്ങനെ പോയി. ഇത്തവണ വാങ്ങിയില്ല, കഴിഞ്ഞോണം വാങ്ങിയായിരുന്നു. ഇത് കണ്ടോ, ഇതൊരു സൽവാർ സെറ്റായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അതിൻ്റെ നെക്ക് കണ്ടപ്പോൾ ആ മോഡൽ തന്നെ എനിക്കൊരു സൽവാർ ഉണ്ട്, ഒരു സിൽക്ക് പാറ്റേൺ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ വർക്കൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി പോവായിരുന്നു. ഓരോ സ്ഥലത്തും കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോവും. അതുകൊണ്ട് ജസ്റ്റ് കണ്ടതൊക്കെ ഒന്ന് എടുത്ത് നോക്കി അങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല രസമുണ്ട്. ഇതൊരു ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ ആണ്. ക്രോസ് സ്റ്റിച്ചിൻ്റെ കുറേ കളേഴ്സ് അവിടെ സാരികൾക്ക് കണ്ടുകിട്ടും. അതേ ആ പീച്ച് കളർ ഉണ്ടോ, അത് നല്ല രസമുണ്ട് അല്ലേ. കളറ് നല്ല ഭംഗിയായിട്ടുണ്ട്. അമ്മയ്ക്ക് അത് ചേരും തോന്നുന്നുണ്ട്. എനിക്കും ആ കളറ് ചേരും. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അത് ചേരും. ഇങ്ങനത്തെ ആണോ അമ്മ ഉദ്ദേശിച്ചത്? ഇങ്ങനത്തെ അല്ല അല്ലേ. അമ്മ ഏതോ ഒരു പണ്ടത്തെ മോഡൽ മെറ്റീരിയലിനെ പറ്റിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണോ ഇതെന്ന് ഞാൻ ചോദിച്ചതാ. അമ്മയ്ക്ക് നല്ല കട്ടിയുള്ള, നല്ല സ്റ്റിഫായിട്ടുള്ള പറന്നിരിക്കുന്ന സാരികളാണ് ഇഷ്ടം. കുറച്ച് ഒട്ടിക്കിടക്കണ അല്ലെങ്കിൽ ഒഴുകി കിടക്കുന്ന ടൈപ്പ് അങ്ങനത്തെ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പണ്ടൊട്ടേ അങ്ങനെ ഞങ്ങൾ സാരികൾ അധികം നോക്കിയില്ല. പിന്നെ കുറേ ഉണ്ട്, സാരികളുണ്ട് ഒത്തിരി. അപ്പോൾ അതുകൊണ്ട് സാരി പർച്ചേസിങ് ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ദേ ഇങ്ങനെ കണ്ട കുറേ ചുരിദാർ പീസ് മെറ്റീരിയൽ ഒക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും വേറെന്തോ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. സാരിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത് അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ വിടുത്തി കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നാണ്. അപ്പോൾ അതിനകത്ത് വിത്ത് ബ്ലൗസും ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് കണ്ടോ, അത് വിത്ത് ബ്ലൗസിൻ്റെ പോർഷനാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആ കളർ നല്ല രസമുണ്ടല്ലേ. റാണി പിങ്ക് പോലത്തെ ഒരു കളർ. റാണി പിങ്ക് എനിക്ക് തോന്നുന്നത് പിങ്കും റെഡിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലേന്ന് പറയാട്ടോ. അതേ ആ ഒരു മോഡലിൽ ഇത്രയും കളേഴ്സ് അവിടെ അവൈലബിൾ ആണെന്ന് ആ ചേട്ടൻ പറയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. കണ്ടിട്ടില്ല അല്ലേ. ചുരിദാറിൻ്റെ തോന്നണല്ലേ. ഡിസ്പ്ലേ ഉണ്ട് കുറച്ച്. പിന്നെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞിങ്ങനെ വന്നപ്പോഴേക്കും ദേ അഴ കെട്ടുന്ന ഒരു സാധനം കണ്ടു. അത് അമ്മയ്ക്ക് നല്ലതായിട്ട് ഇഷ്ടമായിട്ടോ. ഇലാസ്റ്റിക്, അത് വലിയ ഇങ്ങനെ ഇതിൽ കാണിക്കാം. അപ്പോൾ ഇത് അമ്മ ചോദിക്കുമായിരുന്നു എന്നോട്, നമ്മുടെ വീട്ടിൽ ഇത് എവിടെയാണ് കൊളുത്തിയിടണ്ടേ, ഇലാസ്റ്റിക് ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് കിടക്കുമ്പോൾ നല്ല ലെങ്ത് ഉണ്ടാവും, എവിടെയാണ് കൊളുത്താൻ പറ്റിയതെന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ കൂടാണ്ട് ദേ ബുക്കിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നടന്നപ്പോൾ കുറേ ഇങ്ങനെ മോഡൽ കാർപ്പറ്റുകൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയത് കണ്ടോ, വീഡിയോ എടുത്തോട്ടെ. ചക്ക മഹോത്സവം, എന്തോരം ഐറ്റംസാ. ചക്ക ചിപ്സ്, ചക്ക ഉണക്കിയത്, ജാതിക്ക അച്ചാറ്. എത്രയും 160. ഇതോ വലുത് വേണ്ടല്ലോ. വലുത് വേണ്ട, ചെറുത് മതി. വേണ്ട, അത് വേണ്ട, അത് ഞങ്ങൾ വറക്കാറുണ്ടതാ. വേണ്ട, വേറൊന്നും വേണ്ട, വേറൊന്നും മതി. നമ്മൾ ചക്ക വരട്ടി മേടിച്ചു.
ഞാനൊരു ചക്ക ലവർ ആയതുകൊണ്ട് ചക്കയുടെ എന്ത് ഉൽപ്പന്നം കണ്ടു കഴിഞ്ഞാലും ഞാൻ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തൊന്ന് നോക്കും കേട്ടോ. ഇവിടെ ദേ കുറേ സ്ക്വാഷുകളൊക്കെ ഉണ്ടായിരുന്നു, ചക്ക ചിപ്സ്, ചക്ക പുട്ടുപൊടി, അങ്ങനെ കുറേ ഐറ്റംസ് കൂടാതെ ഇതുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജാതിക്ക സ്ക്വാഷൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ സമ്മറിൽ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് തന്നെ. ശരി എന്നാ. ഇത് എവിടെ ഉണ്ടാക്കണതാ? ഇത് നമ്മള് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചാലക്കുടി വെറ്റിലപ്പ. ആ നമ്മൾ അഴ നോക്കുവല്ലായിരുന്നോ? ലാസ്റ്റ് എടുത്തത് റെഡാട്ടോ. ശരി, ഓക്കെ. ഒരു കവറിട്ട് തന്നേരം വിളിച്ചായിരുന്നു. ശരി, ഓക്കെ ഓക്കെ, പോവാ. ചവിട്ടികള്, പല വെറൈറ്റി ഇത് കഴിഞ്ഞ ചവിട്ടികൾ. പ്രാവശ്യം നമ്മൾ കണ്ടതാടി. അതെ 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 അതെ. ഞങ്ങളിങ്ങനെ ഓരോന്നും തൊട്ട് തൊട്ട് നോക്കുന്നതൊക്കെ കണ്ടിട്ട് ആ സ്റ്റോളിൽ ചേട്ടൻ വേഗം വന്നിട്ട് ഞങ്ങൾക്ക് ഓരോന്നെടുത്ത് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടമാണെന്ന് മനസ്സിലായിന്ന് തോന്നുന്നു. കിത്തനായേ? ये वाला 2200 का. ഓ അത് വേണ്ട അത് വേണ്ട. കാർപ്പറ്റാണോ? ചവിട്ടി. ചവിട്ടി. ये देखो मैडम. ആ എല്ലാം എടുക്കണ്ട. വേണ്ട വേണ്ട. वीडियो वीडियो. ആ വീഡിയോ. കിത്തന? ये वाला 2600. 2600. ഓ മഴ നനഞ്ഞാൽ കുഴപ്പമുണ്ടോ? റെയിൻ വാട്ടർ? 1600 से स्टार्टिंग प्राइस. ഓ ഓ ഓ ഓ. स्टार्टिंग प्राइस ये प्लेन ആ ആ ആ ആ प्लेन, बाकी ये सब आएगा. ആ. അതൊന്ന് കാണട്ടെ. ഇത് ആ ഇത് നല്ല രസമുണ്ട്. इसमें देखो मैडम, ये ഇത് നല്ല രസമുണ്ട് ഇതിന്റെ കളർ അല്ലേ? റെഡി. ദേ ഇത് നോക്കി. ആ ഇത് നല്ല കളറാ. किचन, बेड साइड, योगा, मल्टी यूज. ആ അങ്ങനെ. മനസ്സിലായി. ഓ ഇത് ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ. किचन मैट, ആ ആ ആ ആ. डार्क कलर. ഓ അത് ശരി, ഇത് കൊള്ളാം അല്ലേ? കിച്ചൺ മാറ്റ് ആയിട്ട് ഇടാം, ഫ്ലോറിൽ ഇടണതായിരിക്കും. ഫ്ലോറിലിടണോ? ആ കളർ എനിക്ക് ഇഷ്ടം. നല്ലതാ. വാഷ് ചെയ്യാൻ പറ്റുമോ ഇത്? वॉशेबल, വാഷ്. मशीन वॉश, हैंड वॉश, मशीन वॉश. ആ ആ ആ ആ. ആ പച്ച നല്ലതാ. അത് നല്ല ഭംഗിയുണ്ട്. ഫ്ലാറ്റുകളിലൊക്കെ നല്ലതാ. അതെ അതെ അതെ. ഇല്ലാസ് പൊടി അടിക്കുന്നിടത്ത് പറ്റില്ല. ആ ഓക്കെ, താങ്ക് യു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഹിന്ദി കുറച്ച് വാക്കുകൾ പഠിച്ചിട്ട് പോണായിരുന്നു എന്നുള്ളതും. അതെന്തായാലും പഠിക്കണം, അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഞങ്ങളെല്ലാം കണ്ടു. അത്യാവശ്യം കുറച്ച് സംഗതനമൊക്കെ മേടിച്ചു. വേറെ ചിലതൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. അത് മേടിക്കാൻ സെറ്റായിട്ടേ കിട്ടുള്ളൂ. അതൊന്നും വാങ്ങിച്ചില്ല ക്രോക്കറി ഐറ്റംസിൽ. പിന്നെ കൂടുതലും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാനൊക്കെ ശരിയാവും. അതാണ് ഒരു പ്രശ്നം. ഒരുപാട് സാധനങ്ങൾ മേടിക്കണമെന്ന് തോന്നി, പക്ഷെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്രോക്കറി നല്ല രസമുള്ള ക്യൂട്ടായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പൊ ഇനി പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ സമയം ഡിലേ ആവും ട്രെയിനിന്റെ. നമുക്ക് ഇനി ഇവിടെ നിന്ന് നമ്മൾ പോയി ഒരു സ്വല്പം എന്തെങ്കിലും ഒരു സ്നാക്സും ചായയും കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. വിടുക. ഓക്കെ. സമയം ഇപ്പം 5 മണി. ഓക്കെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വരികയാണ്. ഫുഡെന്നല്ല, ചായ കുടിക്കുക വൈകുന്നേരം. അല്ലാണ്ട് ഫുഡെന്ന് പറഞ്ഞാൽ ലഞ്ചും ഡിന്നറും ഒക്കെ. അതെ, ഇഡ്ലി കഫേയിലാണ്. ഒരിക്കൽ നമ്മൾ പോയ ഇഡ്ലി കഫ വടക്കേക്കോട്ടയാണെങ്കിൽ ഇന്ന് നമ്മൾ വരാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. ഒന്ന് പപ്പ പോന്നിട്ടില്ല. പപ്പയ്ക്ക് ഇന്ന് ഇഡ്ലി കഫേ മിസ്സാവും. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എക്സിബിഷനൊക്കെ കണ്ടേച്ച് ഈ സ്റ്റേഡിയത്തിൻ്റെ ഇതിൽ തന്നെ ഒരു ഇഡലി കഫേ ഉണ്ടെന്ന് ഇവള് പറഞ്ഞു. അവിടെ വന്ന് ഒരു ചായയും കുടിച്ച് പോകാമെന്ന് ഓർത്ത് ഇതിലെ ചുറ്റുവാട്ടോ. ചായ ഇഷ്ടപ്പെട്ടോ? നല്ല ചായ. ചൂടധികം, എനിക്ക് അത്രയും ചൂട് വേണ്ട. നമ്മൾ വീണ്ടും അങ്ങനെ ഇഡലി കഫേയിലെത്തി. അത് എറണാകുളത്തെ ഇഡലി കഫേ. അതെ, കലൂർ സ്റ്റേഡിയം. അതെ. ഇത് അടിക്കണ നോക്കിക്കൊള്ളണോട്ടോ. നല്ല ചായ. ഫുഡ് അപ്പം തന്നെ ഉണ്ടാക്കി തരണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കണം. കാപ്പി കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഫുഡ് എത്തുമായിരുന്നു. ദേ ഞാൻ ഫിൽറ്റർ കോഫിയാണ് പറഞ്ഞു. അവിടുത്തെ ഫിൽറ്റർ കോഫി നല്ല കേട്ടോ. ദേ രണ്ടിൻ്റെയും ബില്ലും ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഫുഡൊക്കെയാണ് ഞങ്ങൾ കഴിക്കാൻ പോണേ. അമ്മ ആദ്യമായിട്ടല്ലേ ഇത് അടിക്കണ കാണണേ? എടുത്തുകൊണ്ട് പോ. സമയം. അമ്മ ഇത്രയും വലിയ മസാല ദോശ കഴിച്ചിട്ടുണ്ടോ? ക്രിസ്പിയാ. പ്ലെയിൻ റോസ്റ്റ് മസാല എന്ന പേര്. അതുകൊണ്ടാ കഴിച്ചോട്ടെ. എനിക്ക് ഒരു മസാലയ്ക്ക് എന്നാ റേറ്റ് ഇതിലുണ്ടല്ലോ, പ്ലെയിൻ റോസ്റ്റ് മസാല 110. അല്ല 110 രൂപ. വാഴയിലൊക്കെ ഇട്ടാ നമുക്ക് എന്ത് ഇതാ വാഴയില നമ്മുടെ അവിടെ അല്ലേ? അതെ അതെ. നീ കഴിച്ചോ? പൊടി ദോശയാണോ? അല്ല, ബട്ടർ ദോശ. അത് കഴിക്കേ. എൻ്റെ ബട്ടർ ദോശ.
നല്ല എങ്ങനെയുണ്ട്? നല്ല ക്രിസ്പിയാ. ഞാനിത് ചൂടാറുന്നതിന് മുമ്പ് കഴിക്കും. എനിക്ക് ചൂടാറിയ ഇഷ്ടമല്ല. അകത്ത മസാല കിട്ടിയില്ല, അത് അകത്താ മസാല. ഇത് സൈഡിലുള്ളതൊക്കെ ആദ്യം കഴിച്ചു കഴിയട്ടെ കേട്ടോ. നല്ലതാ. ഒന്ന് ഓപ്പൺ ചെയ്തത്. പുളിയൊക്കെ പാവാം. ആ അടുത്ത ഇത് പ്ലെയിൻ റോസ്റ്റ് മസാല എന്നാണ് പേര്. പക്ഷെ അവർക്കൊരു സ്പെഷ്യൽ മസാല ദോശയുണ്ട്, അത് പറയായിരുന്നു എന്ന് പിന്നീട് തോന്നി. പക്ഷെ ഇതിന്റെ ആ കിരികിരു റോസ്റ്റ് നല്ലായിരുന്നു. ഓ ഇത് നല്ല ക്രിസ്പി ആട്ടാ. അതെ, അത് ഫ്രഷാ. ഇതും ക്രിസ്പിയൊക്കെയാ. ശരിക്കും നല്ല പൊടിഞ്ഞിരിക്കണ, നല്ല രസം. ചട്നി രണ്ടും നല്ല. സാമ്പാർ ഞാൻ കൂട്ടി നോക്കിയില്ല. കണ്ടോ, നല്ല നല്ലതാ. ഫുള്ള് ബട്ടറാ. കണ്ടോ, അപ്പയ്ക്ക് ഇത് കഴിക്കാൻ ഭാഗ്യമില്ലാതെ പോയി. പക്ഷെ ഞാൻ ബട്ടർ ദോശ കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം സംഗതി കിടിലനായിരുന്നു. അതിൻ്റെ ആ ഒരു മൊരിഞ്ഞ ശബ്ദം വരെ നിങ്ങൾ കേട്ടല്ലോ, അത്ര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും എൻജോയ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, അപ്പയ്ക്ക് മിസ്സായിന്ന്. സാമ്പാറൊക്കെ അപ്പ ശരിക്കും നന്നായി എൻജോയ് ചെയ്ത് കഴിച്ചേനെ. അപ്പയ്ക്ക് വടയായിരുന്നു. വടയാ, ഡൽഹി കഫേലെ വട വിത്ത് ചട്നി ആൻഡ് സാമ്പാർ. ഇനി നേരെ ബസ് കയറുക, നോർത്തിൽ ഇറങ്ങുക, പാലരുവിക്ക് പോകുക. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. നിങ്ങൾക്ക് മേടിച്ച സാധനങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലുമ്പോൾ വീക്കെൻഡിൽ തുറന്ന് കാണിക്കാം കേട്ടോ. ഇന്നിപ്പോഴൊക്കെ ചെല്ലുമ്പോൾ ലേറ്റ് ആവും, അപ്പോൾ വീക്കെൻഡിൽ കാണിക്കാം. അപ്പോൾ പോകാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു വന്നപ്പോഴേക്കും ദേ കിടക്കുന്നു നമ്മുടെ പ്രിയദർശിനി. എന്നാൽ പിന്നെ ഒട്ടും വിട്ടുകൊടുക്കണ്ടെന്ന് കരുതി ഞങ്ങൾ വേഗം അതിനകത്ത് കയറി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. എല്ലാ പരിപാടിയും കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിനിന് പോകാനായിട്ട്. 6:40 ആവില്ലേ പാലരുവി? 6:15. നോർത്ത് തലൂർ ഭാഗത്തായതുകൊണ്ട് ഞങ്ങൾ നോർത്തിലേക്ക് പോകുന്നത്. പിന്നെ സൗത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പാസഞ്ചർ പോകും. അത് കാരണം ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഇവിടെ നിന്ന് നേരെ ട്രെയിൻ കയറുക. നല്ല തിരക്കായിരിക്കും. പ്രിയദർശിനിയിൽ എങ്ങനെയുണ്ട്? അയ്യോ, പ്രിയദർശിനിയിൽ ഇടിച്ചിട്ട് ഞാനോർത്ത് സാരി ഒരു വസ്തു ആളൊരു വസ്തു ആയിപ്പോയി. ഭയങ്കര തിരക്കാണ്. ബാഗ് പിന്നെ ഫ്രണ്ടിട്ട് ഇരുന്നത് കുഴപ്പമില്ല, അടിച്ചുകൊണ്ട് പോവില്ല. ഒന്നുമില്ലെങ്കിലും ബാഗേ. അതെ ശ്രദ്ധിക്കണം. നല്ല തിരക്കായിരുന്നു നമ്മൾ കയറിയ പ്രിയദർശിനിയിൽ. അവിടെ നിന്ന് സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് തിരക്കില്ല. ഞാൻ അടുത്ത സ്റ്റോപ്പ് ആയപ്പോഴത്തേക്കും കലൂര് വന്നപ്പോഴാണ് തിരക്കായത്. നോർത്തിൽക്കാരി ഇറങ്ങാം, എന്നാലും തിരക്ക് കുറേ ഇടികൊണ്ടു അല്ലേ. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. മഴക്കാലമാണെങ്കിൽ നല്ല ചൂടാണ്. അതെ, രക്ഷയില്ല.